ഹലോ ഫ്രണ്ട്സ്, അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ഏറ്റവും പുതിയൊരു അടിപൊളി പ്രൊമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചന്ദ്രകാന്തത്തിൽ സംഭവിച്ച കാര്യങ്ങൾക്കൊരു മറുപടി എന്നോണം രുക്മിണിയെ തിരികെ അമ്പാട്ട് വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ വിജയശങ്കർ തീരുമാനിക്കുന്നുണ്ട്. ഇതൊരു തന്ത്രമായിരുന്നു. ചിന്നുവിന്റെ മനസ്സിൽ വീണ്ടും വിശ്വാസം നേടിയെടുക്കാനുള്ള വിജയശങ്കറിന്റെ ബുദ്ധിപരമായിട്ടുള്ള നീക്കം. തന്റെ പ്രിയപ്പെട്ട രുക്കുമായി തിരിച്ചെത്തിയത് അച്ഛനായ വിജയശങ്കർ കാരണമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ചിന്നുവിന് ഒരുപാട് സന്തോഷമാകുന്നു. അവൾ ഉടനെ തന്നെ വിജയശങ്കറിനെ വിളിച്ച് തന്റെ സ്നേഹവും കടപ്പാടും ഒക്കെ അറിയിക്കുന്നു. ഈ സുവർണാവസരം വിജയശങ്കർ വിദഗ്ധമായി ഉപയോഗിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. മകളുടെ വാക്കുകൾ കേട്ട് അയാൾ പുഞ്ചിരിയോടെ മറുപടി കൊടുത്തു. മോളുടെ ആഗ്രഹം ഈ അച്ഛൻ നിറവേറ്റിയില്ലേ? അതുപോലെ എൻ്റെ സന്തോഷത്തിനായി ഞാനൊരു ആവശ്യം പറഞ്ഞാൽ മോൾക്കത് നിഷേധിക്കാൻ കഴിയില്ല എന്ന്. അപ്പോൾ തന്നെ ചിന്നു പറയുന്നുണ്ടായിരുന്നു, സംശയമില്ല അച്ഛാ, നിങ്ങളുടെ വാക്കുകൾ ഞാൻ ഉറപ്പായും നിറവേറ്റും, അതെൻ്റെ കടമയാണെന്ന്. അങ്ങനെ അച്ഛനും മകളും തമ്മിൽ ഈ ഒരു പുതിയ ധാരണയുടെ പശ്ചാത്തലത്തിൽ വിജയശങ്കറിന്റെ വിളി സ്വീകരിച്ച് ചിന്നു അമ്പാട്ട് വീട്ടിൽ നിന്ന് ചന്ദ്രകാന്തത്തിലേക്ക് യാത്ര തിരിക്കുകയാണ്. വിജയശങ്കറിന് നൽകിയ വാക്കിന്റെ ആത്മാർത്ഥതയോടെ പ്രതീക്ഷയോടെ ചന്ദ്രകാന്തത്തിലേക്ക് എത്തിയതായിരുന്നു ചിന്നു. എന്നാൽ വീടിന്റെ ഉമ്മറപ്പടിയിൽ വെച്ച് അവൾ കണ്ടത് തികച്ചും അപ്രതീക്ഷിതമായി നമ്മുടെ ആര്യയായിരുന്നു. അതുവരെ മനസ്സിൽ സൂക്ഷിച്ച സന്തോഷവും പ്രതീക്ഷയുമെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ആവിയായി പോയെന്ന് പറയാം. ആര്യയുടെ മുഖത്തെ ആ ദേഷ്യം കണ്ടതും ചിന്നു ആകെ അങ്കലാപ്പിലായി. ആര്യയുടെ പ്രതികരണം വളരെ ദേഷ്യത്തോടെയായിരുന്നു. അവൾ ദേഷ്യത്തോടെ ചിന്നുവിനോട് സംസാരിക്കുകയും പരുഷമായി പെരുമാറുകയൊക്കെ ചെയ്തു. ആ വാക്കുകൾ ചിന്നുവിന്റെ മനസ്സിലാണെങ്കിലും ഭയം നിറച്ചു. അങ്ങനെ ഈ ഒരു രംഗത്തിനിടയിൽ തന്നെ വിജയശങ്കർ പുറത്തേക്ക് വന്നു. ചിന്നുവിനെ കൂളാക്കി തന്നെ അകത്തേക്ക് ക്ഷണിച്ചു. പിന്നീട് നടന്ന സംഭാഷണം ചിന്നുവിനെയും വിജയശങ്കറിനെയും ചന്ദ്രയും ഒക്കെ കേന്ദ്രീകരിച്ചായിരുന്നു. വിജയശങ്കർ ചന്ദ്രയുടെ നേർക്ക് തിരിഞ്ഞ് തന്റെ വാക്കുകൾക്ക് ശക്തിയാക്കി പറയുന്നുണ്ടായിരുന്നു, ചന്ദ്ര, ഇതുവരെ ഇവൾക്ക് 18 വയസ്സ് തികഞ്ഞിട്ടില്ലായിരുന്നു. അതിനാൽ ഇവളുടെ അധികാരം മുഴുവൻ അവളുടെ അമ്മയ്ക്ക് അർച്ചനയ്ക്കായിരുന്നല്ലോ. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറി. അമ്മ പറയുന്നിടത്ത് നിൽക്കുന്ന ഒരു മോളല്ല എൻ്റെ മകളെന്ന് ഞാൻ വിളിച്ചപ്പോൾ ചിന്നു ഉടൻ തന്നെ ഇങ്ങോട്ട് ഓടിയെത്തിയതിൽ നിന്ന് തന്നെ അർച്ചനയ്ക്ക് സത്യം മനസ്സിലായിട്ടുണ്ടാകും. വിജയശങ്കർ അങ്ങനെ പറയുന്നതിലൂടെ ഉദ്ദേശിച്ചത് ചിന്നുവിന്റെ മേലുള്ള അധികാരം ഇനി തനിക്കാണെന്നുള്ള രീതിയിലാണ്. ചിന്നുവിനെ ഒരു കളിപ്പാവയായി ഉപയോഗിച്ച് അർച്ചനയെ തകർക്കാനുള്ള വിജയശങ്കറിന്റെ പുതിയ തന്ത്രത്തിന്റെ തുടക്കമായിരുന്നു അത്. ഏതായാലും ഉടനെ തന്നെ വിജയശങ്കർ തന്റെ അടുത്ത നീക്കം തുടങ്ങിയെന്ന് വേണം പറയാൻ. അദ്ദേഹം അർച്ചനയെ ഫോണിൽ വിളിച്ച് മകളെ കരുവായി ഉപയോഗിച്ച് അർച്ചനയെ നിലംപരിശാക്കാനുള്ള ശ്രമം എല്ലാം ആരംഭിച്ചു. വിജയശങ്കർ വെല്ലുവിളിയോടെ തന്നെ അർച്ചനയോട് പറയുന്നു, ശ്രദ്ധിക്കണം അർച്ചന, കോടതി വിധി അനുസരിക്കാതിരുന്നാൽ ഞാൻ നിനക്കെതിരെ കോടതി അലക്ഷ്യ ഹർജി ഫയൽ ചെയ്യും. ഒരു ഒളിച്ചോട്ടക്കാരിയുടെ കയ്യിൽ എൻ്റെ മകളെ ഇനി വിടാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ചിന്നുവിനെ എനിക്ക് വിട്ടുകിടണം. ചിന്നുവിനെ എൻ്റെ അടുത്തേക്ക് വിട്ടുതരാൻ നീ തയ്യാറായേ പറ്റൂ. ചിന്നുവിനെ മുൻനിർത്തിക്കൊണ്ട് നിയമത്തിന്റെ നൂലാമാലകൾ ഉപയോഗിച്ച് അർച്ചനയെ സമ്മർദ്ദത്തിലാക്കാനുള്ള വിജയശങ്കറിന്റെ ശക്തമായ വെല്ലുവിളിയാണിത്. ഏതായാലും വിജയശങ്കറിന്റെ ഭീഷണിയും നിയമപരമായ വെല്ലുവിളികളും എല്ലാം കേട്ട് അർച്ചന തളർന്നില്ല. ഒരു നിമിഷം പോലും മടിച്ചു നിൽക്കാതെ തന്റെ മകളെ കരുവായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന വിജയശങ്കറിന് തക്ക മറുപടി നൽകാൻ തന്നെ അർച്ചന തീരുമാനിച്ചു. കോടതി അലക്ഷ്യ ഹർജിയെക്കുറിച്ചുള്ള അയാളുടെ ഭീഷണിക്ക് മുമ്പിൽ പതറാതെ തന്നെ തന്റേതായ വാക്കുകളിലൂടെ ശക്തമായ പ്രതികരണമാണ് അർച്ചന നൽകിയത്. വിജയശങ്കറിന്റെ വാക്കുകൾക്ക് അധികം സമയം നൽകിയില്ല. അയാളുടെ വെല്ലുവിളികൾ കേട്ട് മറുപടി പൂർത്തിയാക്കും മുമ്പ് തന്നെ അർച്ചന കോള് കട്ട് ചെയ്തു. തന്നെ തോൽപ്പിക്കാനുള്ള ഒരു ശ്രമത്തിനും വഴങ്ങില്ലെന്ന് വ്യക്തമാക്കുകയായിരുന്നു അർച്ചന. വിജയശങ്കറിനെതിരെ ശക്തമായി പ്രതികരിച്ചെങ്കിലും ചിന്നു ചന്ദ്രകാന്തത്തിൽ ഒറ്റയ്ക്കാണെന്ന ചിന്ത അർച്ചനയെ ആകെ അലട്ടി. ഫോൺ കട്ട് ചെയ്ത ശേഷം അവൾ ആകെ ടെൻഷനിലായിട്ട് നിന്നു. മകൾക്ക് നൽകിയ വാക്കിന്റെ ബലത്തിൽ അവൾ അറിയാതെ ചെന്ന് ചാടിയ പുതിയ കുരുക്കിനെ കുറിച്ചും വിജയശങ്കറിന്റെ അടുത്ത നീക്കത്തിനെ കുറിച്ചുമെല്ലാം അർച്ചന ആകെ ടെൻഷൻ അടിച്ചു പോകുന്നു. അത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്. നാളത്തെ കിടിലൻ എപ്പിസോഡിന്റെ റിവ്യൂമായിട്ട് നമുക്ക് വീണ്ടും കാണാം.